വൈൽഡ് ലവ്. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. കണ്ണിലേക്ക് തുറച്ചു കയറുന്ന വെള്ള വെളിച്ചത്തിലേക്ക് നോക്കിക്കൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. വീഴാൻ പോകുന്നതും ശരീരത്തിലെ മുറിവുകളൊന്നും കാര്യമാക്കാതെ ആ വെളിച്ചത്തിൻ്റെ അടുത്തേക്ക് അവൾ നടന്നുകൊണ്ടേയിരുന്നു. അവൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ആ വെളിച്ചം പിന്നിലേക്ക് പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ആ വെളിച്ചം അനങ്ങാതെയായി. അവൾ മുന്നോട്ട് നടക്കുന്നതിനനുസരിച്ച് ആ വെളിച്ചം പിന്നിലേക്ക് പോകാതെ അവിടെ തന്നെ നിന്നു. അത് കണ്ടതും അവൾ വേഗത്തിൽ മുന്നോട്ട് നടന്നു. പെട്ടെന്ന് ആ വെളിച്ചത്തിൽ നിന്നൊരു ആൺരൂപം അവൾക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. ഭയന്നുകൊണ്ട് അവൾ പിന്നിലേക്ക് നീങ്ങി നിലത്തേക്ക് വീണു. നിലത്ത് കിടന്നുകൊണ്ട് അവൾ മുന്നിൽ നിൽക്കുന്ന ആൺരൂപത്തെ നോക്കി. മുഖം അവൾക്ക് മുന്നിൽ തെളിഞ്ഞില്ല. പക്ഷെ ദൃഢമായ അവൻ്റെ കൈ അവൾക്ക് നേരം നീണ്ടത് അവൾ ശരിക്കും കണ്ടു. ആ കൈയിലേക്കും അവൾക്ക് പിന്നിൽ നിൽക്കുന്ന വെളിച്ചത്തിലേക്കും അവളുടെ കണ്ണുകൾ പോയി. ആ വെളിച്ചം അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുവാണ്. മുന്നിലേക്ക് നീണ്ട കൈ അവൾ തട്ടി മാറ്റി. ആ കൈ പിൻവലിക്കുന്നതിന് പകരം രണ്ട് കൈകളും അവൾക്ക് നേരെ നീണ്ടു. വീണ്ടും അവൾ ആ കൈകൾ തട്ടി മാറ്റി. പക്ഷെ പിന്നിലേക്ക് വലിക്കാതെ ആ കൈകൾ കൊണ്ട് മുന്നോട്ടൊന്ന് വന്ന് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ആദ്യമൊന്ന് വിസർജിച്ചെങ്കിലും ഒറ്റയ്ക്ക് പറ്റില്ലെന്ന് തോന്നിയത് കൊണ്ട് തന്നെ അവളും എഴുന്നേറ്റു. ആ ആൺരൂപത്തിൻ്റെ ഒപ്പം വെളിച്ചത്തിൻ്റെ അടുത്തേക്ക് നടക്കാതെ തിരിഞ്ഞ് നടക്കുമ്പോൾ അവൾക്ക് വേദനയില്ലായിരുന്നു. കാലുകൾ നേരെയായിരുന്നു. ചിരിച്ചുകൊണ്ട് അവൻ നെഞ്ചോട് ചേർന്ന് നടക്കുമ്പോൾ അവളൊന്ന് തിരിഞ്ഞു നോക്കി ആ വെള്ള വെളിച്ചത്തിലേക്ക്. അവിടെ നിറചിരിയുമായി നിൽക്കുന്ന കർത്താവിൻ്റെ രൂപം. അവളുടെ മനസ്സും കണ്ണും ഒരുപോലെ തുറന്നു. ഈശു പെട്ടെന്ന് കണ്ണുകൾ വലിച്ചു തുറന്ന് ബെഡിലിരുന്നു. കണ്ടത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് മനസ്സിലാവാതെ കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരുന്നു. പതിയെ പതിയെ അവളുടെ മനസ്സിലേക്ക് കണ്ട സ്വപ്നം തെളിഞ്ഞു വരാൻ തുടങ്ങി. ആ പെൺകുട്ടി അവളാണെന്നും കർത്താവ് പറഞ്ഞയച്ച ആ രൂപം രുദ്രനാണെന്നും അവൾക്ക് മനസ്സിലായി. കുരിശു വരച്ച് പ്രാർത്ഥിച്ച് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പതിവില്ലാത്തത്ര സന്തോഷം അവളുടെ മുഖത്തുണ്ടായിരുന്നു. അതിന് കാരണം അവൾ കണ്ട സ്വപ്നം തന്നെയായിരുന്നു. രുദ്രൻ അവളുടെ കർത്താവ് അവളുടെ ജീവിതത്തിലേക്ക് അയച്ചതാണെന്നൊരു വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. ആ വിശ്വാസമാണ് ഇന്ന് അവൾക്ക് മുന്നിൽ ഒന്നുകൂടെ തെളിഞ്ഞത്. ചുണ്ടിലൊരു ചിരിയോടെ തന്റെ ബാത്റൂമിൽ കയറി അവളിരുന്ന രുദ്രന്റെ ടീഷർട്ട് അഴിച്ച് കയ്യിൽ പിടിച്ച് ചുണ്ടോട് അമർത്തി മുത്തി. അവനെ ഒന്ന് കാണാൻ, അവന്റെ നെഞ്ചിലൊന്ന് ചായാൻ, സ്നേഹത്തോടെ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ, അതിൽ സ്നേഹത്തോടൊരു ചുംബനം നൽകാൻ, അങ്ങനെ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ അവളുടെ ഉള്ളിൽ നിറഞ്ഞു. ആഗ്രഹങ്ങൾക്കും ചിന്തകൾക്കും വിരാമം വിട്ടത് ബാത്റൂമിന്റെ ഡോറിൽ തട്ടിക്കൊണ്ട് ദേവി വിളിക്കുമ്പോഴാണ്. കുഞ്ഞാ, അമ്മയാണ്, എണീറ്റെന്ന് കരുതി വന്നതാ, ഫ്രഷായി താഴേക്ക് വാട്ടോ. എല്ലാത്തിനും മാ എന്ന് മറുപടി കൊടുത്ത ശേഷം അവൾ ഫ്രഷായി ഇറങ്ങി. അപ്പോഴേക്കും ദേവി താഴേക്ക് തന്നെ പോയിരുന്നു. ഒരു വെള്ള ചുരിദാർ എടുത്തിട്ട് അതിന്റെ മഴവില്ല നിറത്തിലുള്ള ഷാള് കഴുത്തിലൂടെ വിടർത്തിയിട്ട് നെറ്റിയിൽ കട്ടിയിൽ സിന്ദൂരം ഇട്ട് ഒരു ചിരിയോടെ കഴുത്തിൽ കിടക്കുന്ന താലി കയ്യിലെടുത്ത് അതിൽ അമർത്തി ഒന്ന് ചുംബിച്ച ശേഷം ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഡോറടച്ച് മുന്നോട്ട് നടന്നതും ആരോ അവളുടെ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് വയലിലൂടെ ചുറ്റി പിടിച്ചെടുത്ത് ഉയർത്തി. കയ്യും കാലും വിട്ട് ശക്തിയിൽ അടിക്കുമ്പോഴേക്കും അടുത്തുള്ള റൂമിലേക്ക് കയറിയിരുന്നു. വാതിൽ കാലുകൊണ്ട് അടച്ച ശേഷം അവളെ കൊണ്ട് അകത്തേക്ക് നടന്ന് നിലത്തേക്ക് നിർത്തിയവൻ ഒരു കൈ കൊണ്ട് അവളുടെ വാ പൊത്തിപ്പിടിച്ച് ഒരു കൈ ടോപ്പിന്റെ ഓപ്പൺ ഭാഗത്തൂടെ അകത്തേക്കിട്ട് ഞെരിച്ചുടച്ചു. വേദന കൊണ്ട് അവളുടെ തൊണ്ടയിൽ നിന്നും പുറത്തേക്ക് വന്ന ശബ്ദം പുറത്തേക്ക് വരാതെ ആ കൈ തടഞ്ഞു. അവളുടെ കഴുത്തിടുക്കിലേക്ക് പിന്നിൽ നിൽക്കുന്നവന്റെ മുഖം അമരുന്നത് അവൾ അറിഞ്ഞു. ഒപ്പം സഹിക്കാൻ കഴിയാത്തൊരു തരം ഗന്ധവും അവളുടെ മൂക്കിലേക്ക് തുളച്ചു കയറി. വയറിന്റെ ഒരു ഭാഗത്തെ മാംസം പറഞ്ഞു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. അങ്ങനെ വേദനിക്കുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മനസ്സിൽ രുദ്രന്റെ മുഖം തെളിഞ്ഞു വന്നു. ഒരു ചിരിയോടെ വയറിലേക്ക് മുഖം പൂഴ്ത്തുന്ന അവന്റെ മുഖം, അവിടെ മുഖം അമർത്തി കിടന്നുറങ്ങുന്ന അവന്റെ മുഖം, വയറിൽ മതിവരാതെ ചുംബിക്കുന്ന അവന്റെ മുഖം, വയറിൽ മുഖം അമർത്തി പിടിച്ചുകൊണ്ട് കിടക്കുന്ന അവന്റെ മുഖം. അവളുടെ കണ്ണുകൾ നീറിപ്പുകഞ്ഞു. വയറിന്റെ ഉള്ളിൽ പോലും അവൾക്ക് വേദന തോന്നി. സഹിക്കാൻ കഴിയാതെ കൈകൊണ്ട് പ്രതിരോധിക്കുമ്പോൾ അതൊന്നും അയാളുടെ രോമത്തിൽ ഏൽക്കുന്നില്ലെന്ന് കണ്ടതും അവളുടെ ശരീരം തളർന്നു. പെട്ടെന്ന് ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടതും മിഷുവിന്റെ കണ്ണുകൾ അങ്ങോട്ടേക്ക് പോയി. ദാ മുന്നിൽ സർവ്വതും കത്തിച്ചാമ്പലാക്കാൻ തയ്യാറായി നിൽക്കുന്ന റോണിയെ കണ്ടതും യശുവിനെ പിടിച്ചു വെച്ച് അജയുടെ കൈത്ത് ആനയടഞ്ഞു. യശു ആരാണെന്ന് പോലും തിരിഞ്ഞു നോക്കാതെ റോണിയുടെ അടുത്തേക്ക് പാഞ്ഞു. അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി കെട്ടിപ്പിടിച്ചു നിന്നു. അവളുടെ ശരീരം കരയുന്നത് കൊണ്ടോ പേടി കൊണ്ട് വിറച്ചിരുന്നു, ഉലഞ്ഞിരുന്നു. റോണി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അജയെ നോക്കി. ഐ എം സോറി, ഞാനെന്റെ വീടിയാണെന്ന് കരുതി. അവളെന്നോട് തെറ്റി താഴേക്ക് പോയതാ. ഡ്രസ്സ് കണ്ടപ്പോൾ അവളാന്ന് കരുതുന്നു വട്ടാക്കാൻ ശ്രമിച്ചതാ. പക്ഷെ ആള് മാറി. ഐ എം റിയലി സോറി ഈശ. ഈശയല്ല, ഈശുവ രുദ്രനാഥ്. അജയ് ഒരു പരിങ്ങലോടെ പറയുമ്പോൾ റോണിയുടെ ശബ്ദം അവിടെ മുഴങ്ങി. ഒപ്പം നെഞ്ചിൽ കിടന്ന് അവനെ മുറുകെ പോണെന്ന് കരയുന്നവൾ ഒന്നുകൂടെ അവനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. മുന്നിൽ പരിങ്ങലോടെ നിൽക്കുന്നവൻ അവനൊന്ന് ഓർമ്മിപ്പിച്ചതാണ് അവൾക്ക് ഒരു അവകാശം ഉണ്ടെന്ന്, അവന്റെ പേര് അതാണെന്ന്. റോണി നെഞ്ചിൽ കിടക്കുന്നവളെ പതിയോ നടത്തി മാറ്റാൻ നോക്കി. നടന്നില്ലെന്ന് മാത്രമല്ല, ഒന്നുകൂടെ ഇറങ്ങി അവനെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. കാണാം നമുക്ക്. അത് മാത്രം പറഞ്ഞുകൊണ്ട് റോണി ശിവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ മുറിയിലേക്ക് കയറി. അജയ് അവർ പോയതും അവൻ്റെ അടുത്തേ കയ്യിലേക്കൊന്ന് നോക്കി
ആ കൈകൾ ഉയർത്തി അവൻ്റെ കവിളിലൊന്ന് തലോടി. റോണിയുടെ വാക്കുകളിൽ ഒരു പന്തികേട് തോന്നിയെങ്കിലും അന്നേരം അതൊന്നും അവൻ്റെ മനസ്സിലേക്ക് വന്നില്ല. അവൻ്റെ മനസ്സിൽ മുഴുവനും ആ വയറിൻ്റെ മൃദുലതയും അവളുടെ ഗന്ധവുമായിരുന്നു. അവളുടെ മിനുസമാർന്ന പതുപതത്തെ ശരീരത്തിൻ്റെ ഓർമ്മകളായിരുന്നു. ഓ, വല്ലാത്തൊരു പെണ്ണ്. നല്ല പോലെ ഒന്ന് മുതലാക്കാൻ പറ്റിയതാ. വരട്ടെ, സമയമുണ്ടല്ലോ, ഇനിയും കൈ കിട്ടും. അജയ് ഒന്ന് ചിരിച്ചുകൊണ്ട് ആ റൂമിൽ നിന്നും പുറത്തേക്ക് പോയി. റോണി ശിവനെയും കൊണ്ട് നേരെ കയറിയത് അവളുടെ റൂമിലേക്ക് തന്നെയായിരുന്നു. ഏട്ടത്തി. റോണി പതി അവളുടെ മുടിയിലൊന്ന് തഴുകിക്കൊണ്ട് വിളിച്ചു. കണ്ണുകൾ ഉയർത്തി അവനെ ഒന്ന് നോക്കിയപ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ. റോണിക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യമൊക്കെ തോന്നി. പോയി മുഖമൊക്കെ കഴുകുക, ആരൊന്നും അറിയണ്ട, ഏട്ടൻ ഇവിടെ ഇല്ലാത്തതല്ലേ. അവളുടെ കവളിലെ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അതെ, ഏട്ടനില്ലാത്തത് കൊണ്ട് തന്നെ. അവളുടെ മനസ്സ് മന്ത്രിച്ചു. അവനുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ചെല്ല്, പോയി കഴുകി വാ, ഞാനിവിടെ നിൽക്കാം, നമുക്ക് ഒരുമിച്ച് താഴേക്ക് പോവാം. റോണി പറയുമ്പോൾ തലയാട്ടിക്കൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു. മുഖമൊക്കെ നല്ലപോലെ കഴുകി തുടച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഫോണിൽ കാര്യമായി എന്തോ ചെയ്യുന്ന റോണിക്ക് അടുത്തേക്ക് അവൾ നടന്നു. വാ പോവാം. അതും പറഞ്ഞുകൊണ്ട് ഫോണ് പോക്കറ്റിൽ വെച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ നടന്നു. അവൻക്കൊപ്പം അവളും. വന്നോ? ഇനിയും കണ്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കുമായിരുന്നു. യേശുവിനെ കണ്ടപ്പോൾ തന്നെ ദേവി പറഞ്ഞു. യേശു അതിനൊന്ന് ചിരിച്ചെന്ന് വരുത്തി. അവളുടെ മുഖത്ത് സങ്കട രുദ്രൻ പോയതിലാണെന്നുള്ളത് കൊണ്ടും ഒന്നും ചോദിക്കാൻ ദേവി നിന്നില്ല. പകരം അവളുടെ കവളിൽ തലോടി കൈപിടിച്ചുകൊണ്ട് ചേരിലിരുത്തി ഭക്ഷണം വിളമ്പി കൊടുത്തു. യേശു ചുറ്റുമൊന്ന് നോക്കി. ആരുമില്ല, അവരും അമ്മയും മക്കളും മാത്രം. നോക്കണ്ട, അവരെല്ലാം നേരത്തെ കാഴ്ച എണീറ്റു. മോളിന്ന് വൈകിയതാ, ഇവര് പിന്നെ നിന്റെ ഒപ്പം ഇരിക്കുമെന്ന് പറഞ്ഞു നിന്നതാ. അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ ദേവി അവളോട് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ മുന്നിലെ പാത്രത്തിൽ വിരലിട്ട് ഇളക്കിക്കൊണ്ടിരുന്നു. നിക്ക് വേണ്ടമ്മ. എല്ലാവരുടെ കഴിക്കൽ കഴിഞ്ഞതും അവളുടെ മുന്നിലുള്ള പ്ലേറ്റ് ദേവിക്ക് നേരെ നീട്ടിക്കൊണ്ടപ്പോൾ പറയുമ്പോൾ റോണി ഒഴികെ എല്ലാവരും അവളെ തന്നെ നോക്കി. അയ്യേ, എന്റെ പൊന്നെടുത്തി, ഏട്ടൻ കുറച്ച് കഴിഞ്ഞാൽ വരും. ഇതിപ്പോ വിവാഹം കഴിഞ്ഞ് 2 ദിവസം കൂടെ നിന്ന് 2 വർഷത്തിന് ഗൾഫിലേക്ക് പോകുന്ന പ്രവാസിയുടെ ഭാര്യമാരെ പോലെ. കണ്ണൻ പറയുമ്പോൾ റോണിയും ഇശുവും ഒഴിച്ച് എല്ലാവരും ചിരിച്ചു. ഇശു ഒന്നും മിണ്ടാതെ തലതായിത്തീരുന്നു. വയറെപ്പോഴും വേദനിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. കഴിക്ക് കുട്ടി, രുദ്രൻ ഇപ്പൊ വരില്ലേ? അങ്ങോട്ട് വന്ന അംബിക പറയുമ്പോൾ യേശുവിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ആ ഒരൊറ്റ പേര്, അത് മാത്രം മതിയായിരുന്നു അവളുടെ ഉള്ളിലുള്ള സങ്കടം പുറത്തു വരാൻ. മോള് കഴിക്ക്, അവൻ വന്നാലും നീ കഴിക്കാതിനാവും നിനക്ക് ചീത്ത കേൾക്കാൻ പോവാ. പോകുമ്പോൾ ഒരു 100 തവണ പറഞ്ഞിട്ടാ പോയിരിക്കണത്, അമ്മ യേശുവയെ നോക്കണമെന്ന്. അവിടെ എത്തിയിട്ട് 3-4 പ്രാവശ്യം വിളിച്ചതാ. ദേവി ചിരിയോടെ പറയുമ്പോൾ അവൾക്കൊന്ന് പൊട്ടിക്കരയാൻ തോന്നി. തലതായിത്തീരുന്നു. ഒന്നും വേണ്ടിയില്ല, ആരെയും നോക്കിയില്ല. വേണ്ടമ്മേ, മതിയെങ്കിൽ നിർബന്ധിക്കണ്ട, എഴുതി എണീറ്റോ. റോണി പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അവൾ കൈ കഴുകാൻ നടന്നിരുന്നു. ഈ കുട്ടിക്ക് ഇത് എന്ത് പറ്റി? അവൾ നടന്നു പോകുന്നത് നോക്കി ദേവി ആരോടൊന്നില്ലാതെ പറഞ്ഞു. റോണി ഒഴിച്ച് എല്ലാവർക്കും ആ പാവം തന്നെയായിരുന്നു. എന്നാൽ റോണിക്കറിയാം, ആ കണ്ണുനീര് നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ മുഖത്ത് സങ്കടം മാറണമെങ്കിൽ അവൻ വരണമെന്ന്, അവനെ കാണണമെന്ന്, അവനെ നെഞ്ചിൽ ചാരി അവനെ മുറുകെ പുണന്ന് കരയണമെന്ന്. എന്നാൽ മാത്രമേ ആ സങ്കടം നിൽക്കൂ, ആ മുഖത്ത് ഇപ്പോഴുള്ള പേടി മാറുകയുള്ളൂ. എല്ലാവരും കഴിക്കൽ കഴിഞ്ഞ് എഴുന്നേറ്റു. ആളിൽ തന്നെ സെറ്റിയിലിരുന്ന് എല്ലാവരും വരാനിരിക്കുന്ന ഉത്സവത്തെക്കുറിച്ചും പരിപാടികളെ കുറിച്ചും വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്നു. ഈശു ഇരിക്കുന്നതിന് നേരെ മുന്നിൽ തന്നെയാണ് മുത്തശ്ശി ഇരിക്കുന്നത്. മുത്തശ്ശനോട് ചേർന്നാണ് ഇരിപ്പ്. പിണക്കം മാറിയിട്ടെന്ന് ആ ഇരിപ്പിൽ തന്നെ എല്ലാവർക്കും മനസ്സിലായി. മുത്തശ്ശി ശിശുവിനെ ഒന്ന് നോക്കി. ആരും പറയുന്നത് ശ്രദ്ധിക്കാതെ കണ്ണന്റെ ചളിയടിയിൽ പോലും ചിരിക്കാതെ റോണിയുടെ അടുത്തേ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവനോട് ചേർന്നിരിക്കുവാണ്. ഒന്നും മിണ്ടാതെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇടയ്ക്ക് കണ്ണുകൾ പുറത്തേക്കുള്ള വാതിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഏട്ടൻ വന്നെന്ന് തോന്നുന്നു, കാറിന്റെ ശബ്ദമല്ലേ അത്? കണ്ണൻ പറഞ്ഞ് പൂർത്തിയാക്കിയില്ല. അതിനു മുമ്പ് തന്നെ ഹാളിലേക്കുള്ള വാതിൽക്കൽ രുദ്രൻ എത്തിയിരുന്നു. ഈച്ച. കണ്ണന്റെയും റോണിയുടെയും നടുവിലിരുന്നവൾ പാഞ്ഞു പോകുന്നതും രുദ്രന്റെ നെഞ്ചിലേക്ക് വീഴുന്നതും മാത്രമേ എല്ലാവരും കണ്ടുള്ളൂ. പക്ഷെ അവരെ ഞെട്ടിച്ചത് അതൊന്നുമല്ല, രുദ്രന്റെ അപ്പോഴത്തെ ഭാവമായിരുന്നു, അവന്റെ ചെകുത്താന്റെ ഭാവം. ഈശു രുദ്രന്റെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരയുവാണ്. അവളുടെ കണ്ണുനീർ അവന്റെ തുറന്നിട്ട ബട്ടൺസിലൂടെ അവനെ നെഞ്ചിലേക്ക് താഴ്ന്നിറങ്ങി. എല്ലാവരും ഒന്നും മനസ്സിലാവാതെ അവരെ തന്നെ നോക്കി നിൽക്കുവാണ്. രുദ്രൻ പോയത് കൊണ്ടോ അവനെ കാണാത്തത് കൊണ്ടോ അല്ല അവളുടെ കരച്ചിലെന്ന് അത് കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. അതുപോലെയാണ് ഈശു കരയുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായ രുദ്രന്റെ ഭാവവും. ആർക്കൊന്നും മനസ്സിലായില്ല. രുദ്രനൊന്നും മിണ്ടാതെ നെഞ്ചിലൊട്ടി നിന്ന് കരയുന്നവളെ മുറുകെ മുറുകെ ചേർത്ത് പിടിച്ചു. കണ്ണുകൾ കൊണ്ട് റോണിയോട് എന്തോ ചോദിക്കുന്നുണ്ട്. അവൻ മുകളിലേക്ക് കണ്ണ് കാണിക്കുന്നതും റോണ ശ്രദ്ധിച്ചു. ഇഷ.
അവൾ മാറുന്നില്ലെന്ന് കാണുന്നത് രുദ്രൻ പതിയൊന്ന് വിളിച്ചു. അവന്റെ പതിഞ്ഞ ശബ്ദത്തിൽ അവളുടെ സങ്കടം ഒന്നുകൂടെ കൂടി. അത്ര നേരം അവനെ കാണാതെ അവനോട് ചേർന്ന് നിൽക്കാതെയുള്ള സങ്കടമായിരുന്നു. അതെല്ലാം അവനെ നെഞ്ചിൽ ഒഴുക്കി വിടുന്ന തിരക്കിലായിരുന്നവൾ. അവൾ മുഖമുയർത്തി രുദ്രന്റെ മുഖത്തേക്ക് നോക്കി. ഇച്ച അവളുടെ ചുണ്ടുകൾ വിതുമ്പി. അത്രമേൽ ഭയമായിരുന്നവൾക്ക്. അത്രത്തോളം സങ്കടം അവൾക്കുള്ളിൽ ഉണ്ടായിരുന്നു. രുദ്രൻ ഒന്നും മിണ്ടിയില്ല. അവളുടെ മുഖത്തേക്ക് നോക്കി. കരഞ്ഞു കരഞ്ഞ് ആ മുഖമാകെ ചുവന്ന നിറത്തിലായിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നില്ലേ, പേടിക്കണ്ട കേട്ടോ. ഒരു കൈ കൊണ്ട് അവളെ ചേർത്ത് നിർത്തി മറ്റേ കൈ കൊണ്ട് അവളുടെ കവളിലെ കണ്ണുനീരിനെ തുടച്ചുകൊണ്ട് പതിയെ പറഞ്ഞു. അന്നേരം അവന്റെ മുഖത്ത് പ്രണയത്തിന്റെ സ്നേഹത്തിന്റെ ഭാവമായിരുന്നു. അവളോട് മാത്രം കാണിക്കുന്ന കരുതലിന്റെ ഭാവം. ഈശോന്റെ മുഖത്തേക്ക് നോക്കി തലയാട്ടി. ശേഷം അവന്റെ നെഞ്ചിൽ ചേർന്ന് നിന്നുകൊണ്ട് തന്നെ രണ്ട് കൈകൾ കൊണ്ടും അവളുടെ കണ്ണുകൾ അമർത്തി തുടച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അവിടെയുള്ളവരുടെ സ്വഭാവം നല്ലപോലെ അറിഞ്ഞിട്ടും അവൾ അവിടെ ഒറ്റക്ക് നിർത്തി പോയതിൽ അവൻ സ്വയം പഴിച്ചു. കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യമായിട്ടും കൊണ്ടുപോയില്ലല്ലോ എന്നൊരു സങ്കടം അവന്റെ ഉള്ളിൽ നിറഞ്ഞു. കണ്ണുകൾ രണ്ടും മുറുകിയൊന്ന് അടച്ചു തുറന്ന് അവൾ രണ്ട് കൈകൊണ്ടും പൊതിഞ്ഞു പിടിച്ചു. എല്ലാവർക്കും കാണാൻ കഴിയുന്ന രീതിയിലായിരുന്നു അവൻ നിന്നിരുന്നത്. അവളെ പുണർന്നുകൊണ്ട് തന്നെ അവനൊന്ന് തിരിഞ്ഞു നിന്നു. എല്ലാവർക്കും അവന്റെ പുറഭാഗമാണ് കാണാൻ കഴിയുന്നത്. രുദ്രൻ രണ്ട് കൈകൊണ്ടും അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. അവന്റെ ചുണ്ടുകൾ അവളുടെ നെറുകയിൽ പല പ്രാവശ്യം പതിഞ്ഞുകൊണ്ടിരുന്നു. അമ്മേ, ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. പെട്ടെന്ന് ആ നിശബ്ദതയ്ക്ക് കോട്ടം വരുത്തിയത് പ്രതീഷിന്റെ ശബ്ദമായിരുന്നു. എല്ലാവരും സ്റ്റെപ്പിന്റെ ഭാഗത്തേക്ക് നോക്കി. അവരെല്ലാവരും മാറ്റി റെഡിയായി ഇറങ്ങിയിരിക്കുവാണ്. എങ്ങോട്ടോ പോകാൻ. പ്രതീഷിന്റെ ശബ്ദം കേട്ടത് രുദ്രൻ തിരിഞ്ഞു നിന്നു. രുദ്രൻ വാതിൽക്കലായതുകൊണ്ട് തന്നെ ആരും അവരെ രണ്ടുപേരെയും കണ്ടിരുന്നില്ല. അവർക്ക് പിന്നിലായി നിന്നിരുന്ന അജയുടെ കണ്ണുകൾ അവർക്കിടയിൽ ഇശുവിനെ തിരിഞ്ഞു. പക്ഷെ കണ്ടില്ല. രുദ്രൻ റോണിയുടെ മുഖത്തേക്ക് നോക്കി. കാര്യം മനസ്സിലായ പോലെ അവൻ മുന്നോട്ട് വന്ന അജയന്റെ കോളിൽ പിടിച്ചു വലിച്ച് രുദ്രന്റെ അടുത്തേക്ക് പിടിച്ചു നിർത്തി. ഒട്ടും വിചാരിക്കാത്ത കാര്യമായതിനാൽ അജയ് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒന്ന് ഞെട്ടി. ഇവനാ ഈ പോന നായിന്റെ മോന എടതിയെ. രുദ്രന്റെ അടുത്തേക്ക് അവനെ പിടിച്ച് തള്ളുമ്പോൾ റോണിയുടെ ശബ്ദം അവിടെ ഉയർന്നു. രുദ്രൻ ഇശുവിനെ അവനെ നെഞ്ചിൽ നിന്നും അടത്തി മാറ്റി അവനെ പിന്നിലേക്ക് നിർത്തി. ഇശുവിന്റെ പിന്നിൽ അവനോട് ചേർന്ന് നിന്നും അവന്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട്. റോണി തള്ളിയ അജയനെ രുദ്രൻ ഒരു കൈകൊണ്ട് തടുത്തു. ശേഷം അവന്റെ കോടലിൽ അമർത്തി ചുരുട്ടി പിടിച്ചു. അജയുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. സോറി, ഞാൻ എന്റെ വീണയാണെന്ന് കരുതി അറിയാതെ സംഭവിച്ചതാ. ഐ എം സോറി. നേരെ സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിലും കൂടെ അജയ് എങ്ങനെയൊക്കെയോ പറഞ്ഞു നിർത്തി. പുന്നാര മോനെ, എന്റെ പെണ്ണിനെ എന്ത് കണ്ടിട്ടാണോ നായ നിനക്ക് അവളെ പോലെ തോന്നിയത്? എന്റെ പെണ്ണിന്റെ നിഴലിനോട് പോലും സാമ്യമില്ലാത്ത ഇവൾമാരെ വെച്ച് എന്റെ പെണ്ണിനെ ഉപമിക്കുന്നടാ നായെ. പറയുന്നതോടൊപ്പം തന്നെ രുദ്രൻ അജയുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടിയിരുന്നു. പിന്നിലെല്ലാം കണ്ടു മിഴിച്ചു നിന്നിരുന്നവർക്ക് മുകളിലായി അജയ് ചെന്ന് പോയി. ആ കാഴ്ച കണ്ടു നിന്ന് റോണി ഒന്ന് ചിരിച്ചു. അവന്റെ കണ്ണിൽ അപ്പോൾ തെളിഞ്ഞത് വാതിൽ തുറന്ന് അകത്ത് കണ്ട കാഴ്ചയായിരുന്നു. അജയുടെ കയ്യിൽ കിടന്ന് പിഴയുന്നവളുടെ മുഖം, വാപ്പൊത്തി പിടിച്ച് അവളുടെ കഴുത്തിലേക്ക് അമരാൻ നോക്കുന്നവന്റെ മുഖം. റോണി പല്ല് കടിച്ചുകൊണ്ട് നിലത്ത് കിടക്കുന്നവന്റെ വയറിൽ ആഞ്ഞൊരു ചവിട്ട് കൊടുത്തു. നീ എന്താടാ നായ കരുതിയത്? നീ പറഞ്ഞത് കേട്ട് മിണ്ടാതെ ഞാൻ നിൽക്കുന്നോ? അന്നേരം എന്നെ അനങ്ങാൻ സമ്മതിക്കാതെ എഴുതി ഉണ്ടായിരുന്നത് കൊണ്ടാ നിന്നെ ഞാൻ ഒന്നും ചെയ്യാതെ വിടത്. അല്ലാതെ നിന്റെ വാക്ക് വിശ്വസിച്ചിട്ടല്ല ഞങ്ങളുടെ ഏടത്തിയ നീ. റോണി അവന്റെ നേരെ കാലുകൾ ഉയർത്തി താഴ്ത്തി പറയുമ്പോൾ കണ്ടു നിന്നവർക്കെല്ലാം ഏകദേശം കാര്യം പിടി കിട്ടി. രുദ്രനൊന്നും വിടാതെ നിലത്ത് കിടക്കുന്നവനെ നോക്കി നിൽക്കുവാണ്. റോണിയുടെ കഴിയേട്ടെന്ന് കരുതിയാണ് ആ നിൽപ്പ്. പെട്ടെന്ന് അവന്റെ ഇടത്തെ കയ്യിൽ യേശുവിന്റെ കൈ ചേർന്നു. അവൻക്കത് മനസ്സിലായെങ്കിലും അവൻ തിരിഞ്ഞു നോക്കിയില്ല. നോട്ടം വീണ് കിടക്കുന്നവനിലേക്ക് തന്നെയായിരുന്നു. രുദ്രന്റെ പുറത്തേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നു. എല്ലാവരും അവർക്ക് മുന്നിലാണ്. അവിടെയൊക്കെ ശ്രദ്ധ റോണി നിലത്ത് കിടക്കുന്നവനെ തലനയിലാണ്, എന്തൊക്കെയോ പറയുന്നതിലാണ്. രുദ്രന്റെ കൈകൾ പിന്നിലേക്കാക്കി. രുദ്രന്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി, ഒപ്പം നെറ്റി ചുരുങ്ങി. അവന്റെ കയ്യിൽ മിനുസമാർന്ന് എന്തോന്ന് തട്ടി. രുദ്രൻ കണ്ണുകൾ അടച്ച് പിടിച്ചു നിന്നു. അവന്റെ കൈ പിടിച്ച് ഒന്നുകൂടെ വലിച്ച് ടോപ്പിന്റെ അകത്തൂടെ അവളുടെ വയലിലേക്ക് തടിച്ചു. രുദ്രൻ കണ്ണുകൾ വലിച്ചു തുറന്നു. അവനോട് ഒന്നും കൂടെ ചേർന്ന് നിന്നു. അവന്റെ കൈക്ക് മുകളിൽ കൈവച്ച ശേഷം അവൾ അവന്റെ കൈ ചലിപ്പിച്ചു. പതിയെ പതുക്കെ, തലോടുന്നത് പോലെ, തഴുകുന്നത് പോലെ. രുദ്രൻ ഒന്നും മനസ്സിലാവാതെ അങ്ങനെ നിന്നു. അപ്പോഴും യേശുവിന്റെ കൈകൾക്കൊപ്പം രുദ്രന്റെ കൈകൾ അവിടെ ഒഴുകിക്കൊണ്ടിരുന്നു. യേശുവിന്റെ മുഖം അവൾ അവന്റെ പുറത്തേക്ക് വെച്ച് അവനോട് ചാരി നിന്നു. എന്തൊക്കെയോ അവൾ പറയാൻ ശ്രമിക്കുവാണെന്ന് അവനക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അവന്റെ ശ്രദ്ധ മുഴുവൻ പിന്നിൽ നിൽക്കുന്നവരുടെ ഓരോ പ്രവൃത്തികളിലായിരുന്നു. യേശുക്ക് അവളെ അവിടുത്തെ അവന്റെ പുറത്ത് ചാരി നിന്നു. രണ്ടുപേരുടെയും കൈകൾ അപ്പോഴും അവളുടെ വയറിൽ തന്നെയായിരുന്നു. നഗ്നമായാലോ വയറിൽ അവന്റെ കൈയും അതിനു മുകളിൽ അവളുടെ കൈയും. പെട്ടെന്ന് രുദ്രന്റെ കൈകൾ അവിടെ വെച്ച് നല്ല ശക്തിയിൽ അമർത്തി പിടിച്ചു. തള്ളവിരൽ സൈഡിലേക്കും 4 വിരലുകൾ വയറിലും വെച്ച് നല്ലോണം ഞെരുക്കി അമർത്തി ഉടച്ചു. അതോടൊപ്പം തന്നെ അവളുടെ കണ്ണിൽ നിന്നും വരുന്ന ചൂടുകണ്ണീർ അവന്റെ പുറഭാഗം നനച്ചു.
രുദ്രൻ കണ്ണുകൾ രണ്ടും അമർത്തി അടച്ചു തുറന്നു. അവന്റെ കണ്ണുകൾ അന്നേരം ചുവന്ന് കലങ്ങി, മുഖത്ത് ഞരമ്പുകൾ പൊങ്ങി, വല്ലാത്തൊരു തരം ഭാവം. ദോ പൊന്ന നായിന്റെ മോനെ, നീ എന്റെ പെണ്ണിനെ! അത് പറഞ്ഞുകൊണ്ട് പാഞ്ഞു ചേർന്ന് നിലത്തിരിക്കുന്നവനെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. ശേഷം കാലുയർത്തി അവന്റെ മുഖത്തിനിട്ട് ചവിട്ടി. വായിൽ നിന്നാണോ മൂക്കിൽ നിന്നാണോ രക്തം ഒഴുകുന്നെന്ന് അറിയാതെ എല്ലാവരും ഒരു നിമിഷം മാന്തിച്ചു നിന്നു.